നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും സാറിനെ പോലുള്ള കുത്തുക എന്ന് വെച്ചാൽ ഒരു കമാൻഡോ ഓപ്പറേഷന് തുല്യമായ ആക്രമണമാണിത്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. കമാൻഡോ ഓപ്പറേഷനോ? അല്ല, ഞങ്ങളെ പോലുള്ള ഗറില്ല പോരാളികൾ ഇങ്ങനത്തെ ചില പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഗറില്ല പോരാളിയോ? ഇരുട്ടോ? ഓ തന്നെ, ഇരുട്ട് വാക്കിന് മറഞ്ഞും തിരിഞ്ഞും പണിയെടുക്കുന്നവരല്ലേ ഗറില്ല പോരാളികൾ. അങ്ങനെ ഒരു ലോക്കൽ ഗറില്ലയെ കാണാൻ പറ്റി. എന്നാൽ ആ കുത്തിയവന്റെ കൈ പിടിച്ച് തിരിക്കാൻ മേലായിരുന്നു സാറേ. എന്തിന്? അപ്പൊ നമുക്ക് ഈ കൈക്ക് പരിക്ക് പറ്റിയവരെ മൊത്തം കണ്ടുപിടിച്ച് നോക്കി അറിയാലോ ആരാ കുത്തിയെന്ന്. ഇനി നീ മിണ്ടിയ ഒറ്റയടിക്ക് നിന്റെ ബോധം കെടുത്തി അപ്പുറത്തെ വാർഡിൽ അഡ്മിറ്റ് ചെയ്യും, കേട്ടല്ലോ? സാറിന് കുത്തുകിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾക്ക് കുത്തുകിട്ടിയവല്ലോ തോന്നിയത്. അത്രയും സങ്കടമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണോ നിരഞ്ജൻ സാറിന്? ഇഷ്ടമാണെന്നേ, എങ്ങനെ സങ്കടം തോന്നാതിരിക്കും? സാർ ഇങ്ങനെ കുത്തുകിട്ടി ആശുപത്രി അഡ്മിറ്റായി കിടന്നാൽ ഞങ്ങളുടെ ചില്ല് പേരിന്റെയും ബിരിയാണിയുടെയും കാര്യം അവതാളത്തിലായില്ലേ? ഓ, അത് ശരി. അപ്പൊ അതാണ് സങ്കടത്തിന്റെ കാരണം. ചുമ്മാ പറഞ്ഞത് സാറേ. സാറിനോട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, മാഡത്തിനോട്. കാരണം നിങ്ങൾ നന്മയുള്ളവരാ. ഞങ്ങളത് നിങ്ങൾക്കെതിരെ ചെയ്ത കള്ളത്തരത്തിൽ ഞങ്ങൾ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെയാ സാറിന് വേണ്ടി ഇനി എന്തും ചെയ്യാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഞങ്ങളുടെ ലോക്കൽ സെറ്റപ്പിനുള്ളിൽ ഒന്ന് അന്വേഷിക്കട്ടെ സാറേ. അന്തറിലുള്ള കുറച്ച് അന്ധകാര ടീമുകളുണ്ട്. ഈ ഓരോ മുടുക്കിനുള്ള പിള്ളേരെ അവന്മാർക്കറിയായിരിക്കും അന്നത്തെ കരോൾ സംഘത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന്. ചിലപ്പോ ഇരുട്ടിനെ കൊണ്ട് അത് സാധിക്കും. സാധിക്കും സാറേ. ഈ ലോകത്ത് എല്ലാവർക്കും പേടിയുള്ളത് എന്തിനാ? ഇരുട്ടിനെ. അപ്പോൾ ഇരുട്ടിന്റെ മറവിലുള്ള ആരാണെങ്കിലും ഈ ഇരുട്ട് സത്യം കണ്ടുപിടിക്കും. എന്നാ നമുക്കിറങ്ങിക്കടാ. ഇന്നിനി എന്താ പരിപാടി? ഒരു പരിപാടി ഇല്ല സാറേ. ചുമ്മാ കൈവീശി നടക്കുക, 4 ദോശയും രസവടയും 2 പപ്പടവും കഴിക്കുക, എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങുക. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ. അതെ, ഒന്നും തോന്നരുത്. 2 എടുത്തിട്ടുള്ളൂ. പോകുന്ന വഴിക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാനാ. ആരാടാ അത്? ആരോ. അപ്പൂപ്പന്റെ തല. അപ്പൂപ്പന്റെ തല? എടത് മറ്റേ പുള്ളിയാ. ആര്? സന്തോഷ് ക്ലോസ്. സന്തോഷ് ക്ലോസ് അല്ല, സാന്റാ ക്ലോസ്. എന്തെങ്കിലും ആവട്ടെ, കിട്ടിയതായി മാ. മുറിവ് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഉണ്ടായതാണോ എന്ന് ഡോക്ടർക്ക് സംശയമുണ്ട്. സർജിക്കൽ ബ്ലേഡ്. നീ എന്താ പറഞ്ഞത്? സർജിക്കൽ ബ്ലേഡ്. നിനക്കിപ്പോ ഇത് എവിടെ നിന്ന് കിട്ടി? എന്ത് കിട്ടിന്ന്? അല്ല, നീ ഇപ്പൊ പറഞ്ഞല്ലോ സർജിക്കൽ ബ്ലേഡ്. അതിന് എന്റെ കയ്യിൽ സർജിക്കൽ ബ്ലേഡും വാക്കത്തിയൊന്നും ഇരിപ്പില്ലല്ലോ. നീ ആ വാക്കിപ്പോ പറയാനുള്ള കാരണം എന്താണെന്നാ ഞാൻ ചോദിച്ചത്. ഇത്തിരി മുമ്പേ നിങ്ങൾ ആ സ്വാമിയോട് പറയുന്നത് ഞാൻ കേട്ടു. സംസാരം ഒളിച്ചു നിന്ന് കേൾക്കുന്നത് കാഞ്ചനയുടെ ഒരു ശീലമാണെന്ന് അറിഞ്ഞൂടെ? സർജിക്കൽ ബ്ലേഡ് മണ്ണാങ്കട്ടയും കരിയിലൊന്നും അല്ല. അടുത്തൂടെ പോയാ കഴുത്തു മുറിഞ്ഞു പോവും. സർജിക്കൽ ബ്ലേഡുമായി ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി പണിക്കിറങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്നെ എന്റെ മോനെ സംശയിക്കണ്ട. നിങ്ങളെപ്പോലെ സ്വന്തം കൈമുറിയാതെ സർജിക്കൽ ബ്ലേഡ് പിടിക്കാനൊന്നും ഞങ്ങൾക്കറിയത്തില്ല. നിന്നെയും നിന്റെ മോനെയും തന്നെയാ എനിക്ക് ഏറ്റവും സംശയം. അതൊക്കെ വെറുതെ ഒരു രസത്തിനങ്ങ് സംശയിച്ചു. പക്ഷേ ഇന്നുറങ്ങാതെ ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുടെ ലിസ്റ്റ് ഒന്ന് എടുക്ക്. എന്റെ ഭർത്താവിനെ കൂടാതെ മിടുക്കന്മാരായ എത്രയോ ഡോക്ടർമാരെ കാരണം കൂടാതെ കരയിച്ച്
പടി ഇറക്കി വിട്ടിട്ടുണ്ട് നിങ്ങൾ. കാലങ്ങൾക്ക് ശേഷം അവര് തിരിഞ്ഞു കൊത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ സീതാലക്ഷ്മി കാഞ്ചനെ കാഞ്ചന സർജിക്കൽ ബ്ലേഡ് പിടിക്കാന് നിങ്ങളെ പോലെ മിടുക്കിയായിരുന്നല്ലോ അവളും. ഓപ്പറേഷൻ തിയേറ്ററില് അവളായിരുന്നല്ലോ നിങ്ങളുടെ ഉറ്റത്തോഴി. അന്ന് രാത്രി ഈ മുറ്റത്ത് ഒരുത്തിയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പുച്ഛിച്ചു. ഫലമോ ഇരുട്ടി വെളുക്കും മുമ്പേ നിങ്ങളുടെ സാരഥിക്ക് പണി കിട്ടി. ഇപ്പതേ മരുമകൻ നെഞ്ചത്ത് പഞ്ഞിയും വെച്ച് കെട്ടി ആശുപത്രി കട്ടിലും പാലക്കടപ്പ് കിടക്കുന്നു. നിങ്ങൾ സൂക്ഷിച്ചു. ഊന്നുപടി കുത്തി ഓടാൻ പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ ഒന്നുകൂടെ മീറ്റ് ചെയ്യും. പക്ഷേ നിന്റെ പദ്ധതികൾ പാടില്ലെന്ന് എനിക്ക് ഉറപ്പ് വേണം. ഇല്ല സർ, അന്നൊരു വാട്ടി അങ്ങനെ സംഭവിച്ചെന്ന് കരുതി കബനിക്ക് വീണ്ടും പിഴക്കില്ല. പിഴക്കരുത്. വീണ്ടും വീണ്ടും ശ്രമിക്കാൻ നമുക്ക് സമയമില്ല. കേട്ടല്ലോ? ശരി സർ. എന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇപ്പൊ നിൽക്കുന്നത് അവളും ആ കൊച്ചുമാണ്. ആ കൊച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെയും കൈ കഴുകി ഒഴിയാമായിരുന്നു. അപ്പൊ ആ കുളന്താ സാൻ തന്നെ? ശരവണ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നീ എന്റെ DNA ടെസ്റ്റ് നടത്താനൊന്നും നിൽക്കണ്ടെന്ന്. വലിയ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ നോക്കും. ദൈവത്തിന്റെ തീരുമാനവും ചെകുത്താൻ്റെ ഇടപെടലും. എന്തായാലും കറക്റ്റ് സമയത്താ നിരഞ്ജൻ ഡോക്ടർ ആശുപത്രിയിലായിരുന്നു. അല്ലെങ്കിൽ അയാള് നെഞ്ചു മെരിച്ച് കളത്തിലിറങ്ങിയന് പൊന്നുമണിക്കും കുഞ്ഞിനും വേണ്ടി. അതുണ്ടാവരുത്. അയാൾ ഹോസ്പിറ്റലിൽ വിടും മുമ്പ് കാര്യം നടന്നിരിക്കണം. ഒരു രാത്രിയും ഒരു പകല് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായാലും ഇല്ലെങ്കിലും കാര്യം നടന്നിരിക്കണം. സാർ என்ன സാർ സാറ് சொன்ன വേരെല്ലാം ഞാൻ നീറ്റായി മുടിച്ചിരിക്കും. നീറ്റായി മുടിച്ചോണ്ടാണല്ലോ ആ മുടിയെടുത്ത മനോഹരന് ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. അതുകൊണ്ട് അത് വിട്. ആ കൊച്ചിനെ എടുത്ത് എങ്ങോട്ട് കൊണ്ടുവരാ നിങ്ങളുടെ പദ്ധതി? സാർ, അത് വന്ന് ഞാൻ നേരത്തെ சொன்ன മാതിരി മായാണ്ടി കുപ്പം. ആദ്യം കൊച്ചു കൈ വരട്ടെ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണമെന്ന്. ഇപ്പൊ നരുന്ത് പോലിരിക്കുന്ന ആ കൊച്ചിനെ അങ്ങനെ നിസാരമായി തള്ളിക്കളയാൻ പറ്റത്തില്ല. മണ്ണിൽ നട്ട ഒരു ആൽമരം പോലെ അത്. മുളയിലെ നുള്ളിയില്ലെങ്കിലേ അത് വളരുന്നതിനനുസരിച്ച് എന്റെ നിലനിൽപ്പിന് ഭീഷണിയാവും.